ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു 2 പായ്ക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ മെയിൻ ആദ്യത്തെ പായ്ക്ക് എന്ന് പറയുന്നത് ഒരു സ്ക്രബാ. ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറെ സ്ക്രബുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനും അത് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ വേറെ ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പായ്ക്ക് ഇടുന്നതിന് മുന്നേ അത് കഴിഞ്ഞും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഈ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പായ്ക്ക് കൂടി ഇടുന്നുണ്ട്. നല്ലൊരു പായ്ക്ക, ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക. വെറും 2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോക്കകത്ത് പറയാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുഖത്തിടുന്ന സമയത്തൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്തിരിക്കണം നമ്മുടെ ഫേസിൽ. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ ഇങ്ങനെയുള്ളവര് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 തവണയെങ്കിലും ആഴ്ചയിൽ ചെയ്യാം. അത് കൂടുതൽ ചെയ്യല്ലേ. അപ്പൊ നമുക്ക് ഈ ഡ്രൈ സ്കിൻകാരിൽ ഇങ്ങനെ പൊരിഞ്ഞു വരികയും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ 2 തവണ നിങ്ങൾക്ക് ആഴ്ചയിൽ ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി. വലിയ പൊരിച്ചിലോ അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഈ സ്ക്രബ് എന്നല്ല, ഏതെങ്കിലും ഒരു സ്ക്രബ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഇങ്ങനെയിട്ട് സ്ക്രബ് ചെയ്യുമോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പായ്ക്ക് ഇടുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒരു മസാജ് ചെയ്തിട്ട് നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടാവാനും അല്ലെങ്കിൽ മുഖത്ത് സ്ക്രാച്ച് വീഴാനും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓരോ സ്കിന്നിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും. അപ്പൊ സെൻസിറ്റീവ് ഒന്ന് ശ്രദ്ധിച്ചോണേ. പായ്ക്ക് ഇടുന്നതിന് മുന്നേ ഇതെന്നല്ല, ഏതൊരു സ്ക്രബ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന 1 ടേബിൾ സ്പൂൺ ആട്ടയാണ്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 2 പിഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര്. അപ്പം നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വരെ ഇടാവേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫേസിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തും കണ്ണിനടിയിലും പിന്നെ കഴുത്തിന് ചുറ്റും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ കഴുത്തിൽ മാത്രമേ ഉള്ളൂ, കഴുത്തിന് ചുറ്റും ഞാനങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം ഞാനിത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മസാജ് ചെയ്യണം. അപ്പോൾ ഇട്ട ഉടനെ തന്നെയാണ് മസാജ് ചെയ്യുന്നത്. ഞാനൊരു 2-3 മിനിറ്റ് മസാജ് ചെയ്യുന്നുണ്ട്. സർക്കുലർ മോഷനിൽ നെറ്റിയുടെ ഭാഗവും കഴുത്തും ഒക്കെ ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പം ഫുൾ ആ ഒരു രീതി ഞാൻ കാണിച്ചു തരുന്നില്ല. മസാജിങ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കാത്തത്. പിന്നെ നമുക്ക് നല്ലപോലെ ഇത് മസാജ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു 2-3 മിനിറ്റ് ചെയ്താൽ മതിയേ. ഇനി നമുക്ക് മസാജ് ചെയ്തപ്പോൾ ആ ഒരു പായ്ക്കിൻ്റെ ആ ഒരു ലെയർ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചുരണ്ടി ഇളക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ ഒരുപാട് അങ്ങ് സെൻസിറ്റീവ് അല്ല, എന്നാലും അത്യാവശ്യം സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ നിങ്ങളെ ഡ്രൈ ആയിട്ട് വെയിറ്റ് ചെയ്യാഞ്ഞത്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയപ്പോൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ട്രൈ ആയ സമയത്ത് ഞാൻ നിങ്ങളെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കാണിച്ചു തരുന്നത്. പിന്നെ സെൻസിറ്റീവ് സ്കിൻകാർ ഇങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ നോർമലി നമ്മൾ പായ്ക്ക് കഴുകുന്നത് പോലെ നിങ്ങൾ കഴുകിയാൽ മതി, ഇല്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ രീതിയിൽ സ്ക്രബ് ചെയ്താൽ മതി. അപ്പം ഇതാ ഞാൻ നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ ഡ്രൈ സെൽസും എല്ലാം മാറിയിട്ടുണ്ട്. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു പായ്ക്ക് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പായ്ക്ക് ഇടണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ പായ്ക്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് തേനും തക്കാളിയുടെ നീരും പിഴിഞ്ഞതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയിൽ തേൻ പുരട്ടിയിട്ട് മസാജ് ചെയ്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അന്നേരം ആ പായ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ആ ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം ഇത് മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഞാൻ ആകെ വെക്കുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ 2 ഇതായിട്ടാണ് ചെയ്ത് സ്ക്രബും ചെയ്തിട്ടുണ്ട്, ഒരു ഫേസ് പായ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം സ്ക്രബ് ചെയ്തിട്ട് ഈ പായ്ക്ക് തന്നെ ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പായ്ക്ക് ഇട്ടാൽ മതി. പക്ഷെ മസ്റ്റായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പായ്ക്ക് ഇട്ടിരിക്കണം. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ പോസ് ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്തേക്കുന്നതുകൊണ്ട് ഓപ്പൺ ആയിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഓൾറെഡി നമ്മുടെ സ്ക്രബ് ചെയ്ത് നമ്മളുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ പോസിലുള്ള ഡേർട്ടും എല്ലാം ക്ലിയർ
ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക, സൂപ്പർ ആയിട്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പായ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഫക്റ്റ് ആയിരിക്കും. നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാൾ റിസൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ പായ്ക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.